ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല, ഒരു മഹത്തായ കൃതിയുടെ ഒരു സന്ദർഭം മാത്രമാണ്. മഹാഭാരതത്തെ ചരിത്രപരമായി സമീപിക്കുന്നതിലൂടെ അതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നുള്ളതാണ്. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. വാസ്തവത്തിൽ ആ സിനിമ എന്താ? ചാർലി ചാപ്ലിന്റെ സിറ്റി ലൈറ്റ് ആണ്. അപ്പൊ ഏത് സിനിമയാണ് ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തർക്കം ഉണ്ടാവില്ലല്ലോ. ഇന്നത്തെ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു തലക്കെട്ട് തന്നെ അവനവനിലെ ധൃതരാഷ്ട്രനെ, അവനവനിലെ രാവണനെ കണ്ടെത്തലാണ്. ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് വിതുരൻ, അർത്ഥത്തിന്റെ പ്രതീകമായിട്ട് ധൃതരാഷ്ട്രൻ, കാമത്തിന്റെ പ്രതീകമായി പാണ്ഡു, മോക്ഷത്തിന്റെ പ്രതീകമായിട്ട് സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി. പ്രവൃത്തിപഥത്തിൽ നമുക്ക് എടുത്ത തീരുമാനത്തെ നടപ്പാക്കാൻ സാധിക്കാതെ നിസ്സഹായനായിട്ട് നമ്മളിൽ തന്നെ നടത്തുന്ന ഒരു യുദ്ധമുണ്ട്. അത് കാണുമ്പോഴാണ് നമ്മളിലെ ധൃതരാഷ്ട്രനെ നമ്മൾ കാണുക.